ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സഖ്യ സർക്കാർ 4 വർഷത്തെ കാലാവധി പൂർത്തിയാക്കുന്നതിനെ തുടർന്ന് ഒക്ടോബർ 27-ന് ഇസ്രയേലിൽ പൊതുതെരഞ്ഞെടുപ്പ് നടക്കും. നിലവിലെ പാർലമെന്റായ നെസറ്റിന്റെ ഔദ്യോഗിക കാലാവധി ജൂലൈ 17-ന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് നിയമപ്രകാരം നിശ്ചയിച്ചിട്ടുള്ള ഒക്ടോബർ 27-ന് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ഭരണകക്ഷിയായ ലിക്വിഡ് പാർട്ടിയിലെ പ്രമുഖ അംഗം ഒഫി കാറ്റ്സ് വ്യക്തമാക്കിയത്. 1988-ന് ശേഷം ഇസ്രയേലിൽ കൃത്യസമയത്ത് നടക്കുന്ന ആദ്യ പൊതുതെരഞ്ഞെടുപ്പാണിത് എന്നതിനാൽ രാഷ്ട്രീയ ലോകം ഏറെ ഉറ്റുനോക്കുന്ന പ്രഖ്യാപനമാണിത്. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ കാലാവധി തികയ്ക്കുന്ന ആദ്യ ഇസ്രയേലി സർക്കാരായി നെതന്യാഹു ഭരണകൂടം മാറുന്നു എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. നേരത്തെ നിശ്ചയിച്ച പ്രകാരം തന്നെ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ടു പോകണമെന്ന സഖ്യകക്ഷികളുടെ ശക്തമായ ആവശ്യപ്രകാരമാണ് ഒക്ടോബർ 27 എന്ന തീയതി നിശ്ചയിച്ചത്. പാർലമെന്റിന്റെ കാലാവധി അവസാനിക്കുന്ന ജൂലൈ 17 മുതൽ തന്നെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അവധി ആരംഭിക്കും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും അന്തിമ പട്ടിക സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 7 ആയിരിക്കുമെന്നും ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 4 പതിറ്റാണ്ട് നീണ്ട തന്റെ സംഭവബഹുലമായ രാഷ്ട്രീയ ജീവിതത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു നേരിടുന്ന ഏറ്റവും കഠിനമായ തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരിക്കും ഇതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. 2023 ഒക്ടോബർ 7-നുണ്ടായ അഭൂതപൂർവമായ സുരക്ഷാ വീഴ്ചകൾ, ഗസയിലെയും ലെബനനിലെയും യുദ്ധങ്ങൾ കൈകാര്യം ചെയ്ത രീതി, ഇറാനുമായുള്ള കടുത്ത സംഘർഷങ്ങൾക്കിടയിൽ പരമ്പരാഗത സഖ്യകക്ഷിയായ യുഎസുമായുള്ള ബന്ധത്തിലുണ്ടായ വിള്ളലുകൾ എന്നിവ മുൻനിർത്തിയാകും വോട്ടർമാർ നെതന്യാഹു ഭരണകൂടത്തെ ഇത്തവണ വിലയിരുത്തുക. തുടർച്ചയായ സൈനിക തിരിച്ചടികളും വർദ്ധിച്ചു വരുന്ന കനത്ത മരണസംഖ്യയും പ്രാദേശിക സംഘർഷങ്ങൾക്ക് വ്യക്തമായൊരു അന്ത്യം കുറിക്കാൻ കഴിയാത്തതും സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന തീവ്ര നിലപാടുകാരൻ എന്ന നെതന്യാഹുവിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളും രാജ്യത്തിനകത്തു തന്നെയുള്ള രാഷ്ട്രീയ തർക്കങ്ങളും ഭരണവിരുദ്ധ വികാരത്തിന് ആക്കം കൂട്ടുന്നു. മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ യുഎസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നയതന്ത്ര ശ്രമങ്ങളും ശക്തനായ ഭരണാധികാരി എന്ന നെതന്യാഹുവിന്റെ ഇമേജ് നിലനിർത്താനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയാണ്. ഇസ്രയേലിൽ ഏറ്റവും ഒടുക്കം പുറത്തുവന്ന സർവേ ഫലങ്ങളും രാജ്യത്ത് ശക്തമായ ഭരണവിരുദ്ധ തരംഗവും രാഷ്ട്രീയ അനിശ്ചിതത്വമാണ് പ്രവചിക്കുന്നത്. ചാനൽ 12 ന്യൂസ് സർവേ പ്രകാരം നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിയും ഗാഡി ഐസൻകൌട്ട് നയിക്കുന്ന യാഷൻ പാർട്ടിയും 23 സീറ്റുകൾ വീതം നേടി ഒപ്പത്തിനൊപ്പമാണ്. മറ്റൊരു മാധ്യമമായ ചാനൽ 13 പുറത്തുവിട്ട സർവേയിൽ ഐസൻകൌട്ടിന്റെ പാർട്ടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്ന് വ്യക്തമാകുന്നുണ്ടെങ്കിലും പ്രതിപക്ഷ സഖ്യത്തിനും സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ 61 സീറ്റുകളുടെ ഭൂരിപക്ഷം ലഭിക്കില്ലെന്നും രാജ്യം ഒരു തൂക്കു പാർലമെന്റിലേക്കാണ് നീങ്ങുന്നത് എന്നുമാണ് വ്യക്തമാക്കുന്നത്. ചുരുക്കത്തിൽ കഴിഞ്ഞ 5 പതിറ്റാണ്ടിനിടയിൽ കാലാവധി തികയ്ക്കുന്ന ആദ്യ ഇസ്രായേലി സർക്കാരായി ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടം ചരിത്രം കുറിക്കുമ്പോഴും ഒക്ടോബർ 27 നടക്കാനിരിക്കുന്ന പൊതുതെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് അഗ്നിപരീക്ഷയായിരിക്കുകയാണ്. ഒക്ടോബർ 7-ലെ സുരക്ഷാ വീഴ്ചകളും നീണ്ടുപോകുന്ന ഗാസ ലെബനൻ യുദ്ധങ്ങളും യുഎസുമായുള്ള നയതന്ത്ര വിള്ളലുകളും നെതന്യാഹുവിനെ ശക്തനായ ഭരണാധികാരി എന്ന പ്രതിച്ഛായയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. രാജ്യത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നതായും ഒരു തൂക്കു പാർലമെന്റിനുള്ള സാധ്യതയുണ്ടെന്നുമാണ് പുറത്തുവരുന്ന സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്.